ഇതെന്താണോ ഉറുമീസ ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉറുമീസ്. ആ പ്രദേശത്ത് ഇത്രേ ഉള്ളായിരുന്നോ? വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, നാരായണൻ കുട്ടി. ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കുഞ്ഞെ, അവന്റെ കെട്ടഴിക്ക്. ശബ്ദിച്ചു പോകരുത്, കൊന്നുകളയും. പറയടാ, പപ്പന്റെ കുട്ടി ഏതാ? തൊട്ടിലുണ്ട്. അത് മനസ്സിലായി. തൊട്ടിലീ കിടക്കുന്നതിലേതാന്നാ ചോദിച്ചത്. ഞാൻ കാണിച്ചേരാ. ഇതാ ഇത് തന്നെയാണല്ലോ. തെറ്റിച്ച് കാണിച്ചാൽ കൊത്തി നുറുക്കിക്കളഞ്ഞാൽ. ഇതാ കള്ളം പറയുന്നോടാ. ഏതാ പപ്പന്റെ കുട്ടി? സത്യമായിട്ടും ഇതാ. അപ്പൊ ആദ്യം കാണിച്ചതോ? ഇതാ ശരി. തല്ലരുത്. ഇതാ പപ്പ സാറിന്റെ കുട്ടി. എന്താണോ ഉറുമീസ ഇത്? മുതലാളി സമാധാനമായിട്ടിരിക്കുക. ഇവനല്ല, ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. വീരപ്പന്റെ കഥ ഇറങ്ങിച്ചോ. നാശം. ഇതിലും ഭേദം ആ റിപ്പോർട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കാൻ വിടുന്നതാ. എടാ, പപ്പന്റെ കുട്ടി മാത്രം മതി ഇവിടെ. ബാക്കി കളഞ്ഞേക്ക്. ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം. അതാണ് ഉർമീസ്. അല്ല, പപ്പന്റെ കുട്ടി ഇതിലേതാന്ന് ഇനിയും പിടികിട്ടിയില്ല. അതിനൊരു വഴിയുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. നമുക്ക് ആ കുട്ടിയെ തുറന്നു വിടാം. ഏത് കുട്ടിയെ? പപ്പന്റെ കുട്ടിയെ? അല്ല, നാരായണൻ കുട്ടിയെ. എന്നിട്ട് അവൻ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ തന്തമാരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് രഹസ്യമായിട്ട് ഒളിച്ചിരിക്കാം. അവരവരുടെ കുട്ടിയെ അവരവർ വന്നെടുക്കും. അപ്പോ പപ്പന്റെ കുട്ടിയെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അതാണ് ഉർമീസ്. എടാ പൊട്ടാ, അവര് പോലീസിൽ വിവരം അറിയിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ അറിയിക്കും പോലീസിൽ. എന്ത്? അവര് പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നമ്മൾ ആദ്യമേ അറിയിക്കും. അല്ലെങ്കിൽ അത് വേണ്ട, പോലീസുകാർ ചിലപ്പോ കുഴപ്പമുണ്ടാക്കും.